നെടുമങ്ങാട് PA അസീസ് കോളേജ് ക്യാമ്പസിനകത്ത് മാനേജറുടെ മൃതദേഹം കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുകയാണ്. ആത്മഹത്യ ചെയ്യേണ്ട തരത്തിലുള്ള കടബാധ്യത കോളേജ് ഉടമ മുഹമ്മദ് അസീസ് താഹയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. താഹയുടെ ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. സംഭവ സ്ഥലത്തു നിന്ന് ലഭിച്ച മൊബൈലിന്റെയും കണ്ണടയുടെയും കാറിന്റെയും അടിസ്ഥാനത്തിലാണ് മരിച്ചത് താഹയാണെന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഫോൺ പരിശോധനയിൽ താഹ സുഹൃത്തുക്കളോട് സഹായം തേടിയിരുന്നതായി കണ്ടെത്തി. സുഹൃത്തുക്കൾക്ക് എഴുതിയ കത്തുകളുടെ ഫോട്ടോ ഗ്യാലറിയിലുണ്ട്. എങ്കിലും ആത്മഹത്യയിലേക്ക് നയിക്കേണ്ട കടബാധ്യത താഹയ്ക്കില്ലെന്നാണ് പോലീസിന്റെ നിഗമനം. ഒരാഴ്ചയായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു താഹയെന്ന് ബന്ധുക്കൾ ഇന്നലെ മൊഴി നൽകിയിരുന്നു. പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും വിശദമായി അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ താഹയുടെ ബാങ്ക് ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. താഹയുടെ മകന്റെയും സഹോദരന്റെയും രക്തസാമ്പിളുകൾ ശേഖരിച്ച് DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പരിശോധനാ ഫലം ലഭിച്ചതിനു ശേഷമേ താഹയാണ് മരിച്ചതെന്ന് ഉറപ്പിക്കാനാവൂ. PA അസീസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പണിതീരാത്ത ഹാളിൽ ചൊവ്വാഴ്ചയാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. കോളേജ് ഉടമ മുഹമ്മദ് അസീസ് താഹയുടേതാണ് മൃതദേഹമെന്നാണ് നിഗമനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.